ബാർക്കോഴ വിവാദത്തിൽ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ച വി ശിവൻകുട്ടി എംഎൽഎക്ക് ഒരു ദിവസത്തെ സസ്പെൻഷൻ. ഡയസിൽ കയറി മുദ്രാവാക്യം വിളിച്ച മറ്റ് 4 CPIM എംഎൽഎമാർക്ക് താക്കീത് ലഭിക്കുകയും ചെയ്തു. കെ മാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 2ാം ദിവസത്തിൽ നിയമസഭാ നടപടികൾ സ്തംഭിച്ചു. ബാർക്കോഴ വിഷയത്തിൽ ആദ്യ ദിനം ഇറങ്ങിപ്പോക്കൽ അവസാനിപ്പിച്ച പ്രതിപക്ഷം 2ാം ദിനം നിലപാട് കടുപ്പിച്ചു. കെ എം മാണിക്കെതിരെ കേസെടുക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തെ വിജിലൻസ് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി തള്ളിയതിനു പിന്നാലെ പ്രതിപക്ഷം സീറ്റ് വിട്ടിറങ്ങി. അകത്ത് കയറിയാൽ നടപടി ഉണ്ടാവും. സ്പീക്കർ സഭാ നടപടികൾ തുടരാൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതിപക്ഷാംഗങ്ങൾ സ്പീക്കറുടെ ഡയസിലേക്ക് കയറി. പിന്നീട് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ മൈക്കെടുത്തു മാറ്റി ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളി തുടങ്ങി. പ്രതിഷേധം ശക്തമായപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്ക് സഭ നിർത്തിവെക്കുകയേ നിർവാഹമുണ്ടായുള്ളൂ. 1.5 മണിക്കൂറിന് ശേഷം സഭ വീണ്ടും ചേർന്നപ്പോൾ വി ശിവൻകുട്ടിയെ ഇന്ന് സഭ പിരിയുന്നതുവരെ സസ്പെൻഡ് ചെയ്യാനും പി ശ്രീരാമകൃഷ്ണൻ, TV രാജേഷ്, ബാബു എം പാലശ്ശേരി, R രാജേഷ് എന്നിവരെ താക്കീത് ചെയ്യാനുമുള്ള പ്രമേയം മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചു. വി ശിവൻകുട്ടിയെ ഇന്ന് സഭ പിരിയുന്നതുവരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതിനും സർവശ്രീ ബാബു എം പാലശ്ശേരി, TV രാജേഷ്, പി ശ്രീരാമകൃഷ്ണൻ, R രാജേഷ് എന്നീ അംഗങ്ങളെ കർശനമായി താക്കീത് ചെയ്യുന്നതിനും ഈ സഭ തീരുമാനിക്കുന്നു. പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങിയതോടെ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷം പ്രകടനമായി സഭയ്ക്ക് പുറത്തേക്കും. വരും ദിവസം എങ്ങനെയായിരിക്കും ബാർക്കോഴ വിവാദം പ്രതിപക്ഷം കൈകാര്യം ചെയ്യുക എന്നതിനെ അനുസരിച്ചാണ് ഇനി സഭയുടെ മുന്നോട്ട് പോക്ക്. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. എംഎൽഎമാരായ പി ശ്രീരാമകൃഷ്ണനും സണ്ണി ജോസഫും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ പി ശ്രീരാമകൃഷ്ണൻ MLA, താങ്കളടക്കമുള്ള CPIM MLAമാർക്ക് താക്കീത് ലഭിച്ചിരിക്കുകയാണ്. വലിയ ഗൗരവമുള്ള വിഷയങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങുക, മുദ്രാവാക്യം വിളിക്കുക തുടങ്ങിയവയൊന്നും അപൂർവമല്ല. പക്ഷേ ഇന്ന് സ്പീക്കറുടെ ഡയസിൽ കയറി അദ്ദേഹത്തിൻ്റെ മൈക്കിലൂടെ മുദ്രാവാക്യം മുഴക്കുകയാണ് ഉണ്ടായത്. ഇത് എന്ത് തരം പാർലമെന്ററി മര്യാദയാണ്? പാർലമെന്ററി മര്യാദകളുടെ രീതികൾ നിശ്ചയിക്കുന്നത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളും ആ പ്രശ്നങ്ങളോട് ജനാധിപത്യത്തിൻ്റെ പ്രാഥമികമായ മര്യാദ സ്വീകരിക്കാൻ ഭരണകക്ഷി തയ്യാറാവുന്നതുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയാണ്. സ്പീക്കറുടെ ചേംബറിലേക്ക് കയറാൻ പാടില്ലാത്തതും അവിടെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലാത്തതുമാണ് എന്നൊരു പൊതുധാരണയുണ്ട്. ആ പൊതുധാരണയോട് ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം ഫ്ലോറിനെ പൂർണ്ണമായും അപമാനിക്കുന്ന നിലയിലുള്ള സമീപനമാണ് തുടക്കം മുതൽ രാവിലെ ചോദ്യോത്തരവേള തൊട്ട് തന്നെ ധനകാര്യമന്ത്രി സ്വീകരിച്ചത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണെങ്കിൽ എല്ലാ സത്യസന്ധമായ നിലപാടുകളെയും മാറ്റിവെച്ചുകൊണ്ട് വളരെ ഏകപക്ഷീയമായിട്ടൊരു നിലപാട് പറഞ്ഞ് ഇരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ഇവിടെ എവിഡൻസ് ആക്ട് പ്രകാരം FIR രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ടായിട്ടും യഥാർത്ഥത്തിലുള്ള ക്രിമിനൽ കുറ്റവാളിയായി പരിഗണിക്കപ്പെടേണ്ട ഒരു മന്ത്രിയെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുവാനുള്ളൊരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ വികാരം പ്രതിഫലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പീക്കറുടെ ചേംബറിൽ കയറി മുദ്രാവാക്യം വിളിച്ചു എന്നതിൻ്റെ അപ്പുറത്ത് അദ്ദേഹത്തോട് എന്തെങ്കിലും അപമര്യാദയായി പെരുമാറുകയോ മോശമായി പെരുമാറുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രതിഷേധത്തിൻ്റെ ശക്തമായൊരു രൂപമായിട്ട് സഭാതലത്തെ ഉപയോഗപ്പെടുത്തിയെന്നതിൻ്റെ അപ്പുറത്ത് മറ്റൊരു വ്യാഖ്യാനത്തിനും അതിന് യുക്തിയുമില്ല. റൈറ്റ്, അതാണ് താങ്കൾക്ക് അക്കാര്യത്തിലുള്ള വിശദീകരണം. ശ്രീ സണ്ണി ജോസഫ്, പ്രതിപക്ഷം വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കാണിക്കേണ്ടുന്ന ഒരു സ്വാഭാവികമായ ജനാധിപത്യ മര്യാദയുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ വായ മൂടിക്കെട്ടിക്കൊണ്ട് ഇതിനെ അവഗണിക്കുക എന്നുള്ള സമീപനമാണോ ഭരണപക്ഷത്തിന്? ഒരിക്കലുമല്ല. പ്രത്യേകിച്ച് കേരള നിയമസഭയിൽ ഇത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് കേരള നിയമസഭ. ആ നിയമസഭയുടെ നടത്തിപ്പിനു വേണ്ടിയാണ് വളരെ വ്യക്തമായ സഭാ നടപടി ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഇന്നലെ ചോദ്യോത്തര വേളയിൽ 1ഉം 2ഉം ചോദ്യങ്ങൾ ബാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. അതിനുശേഷം അടിയന്തര പ്രമേയം വന്നു. അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് അസാധാരണമായ വിധത്തിൽ 30 മിനിറ്റ് നേരം സംസാരിച്ചു. വാക്കൌട്ടിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു. മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ ഇന്നലെ വാക്കൌട്ട് പ്രസംഗം നടത്തി. ഒരു സമ്മേളനത്തിനിടയിൽ ഒരിക്കൽ അവതരിപ്പിച്ച ഒരു വിഷയം ആ സഭാ സമ്മേളനത്തിൽ പിന്നീട് അവതരിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ഈ സഭാചട്ടങ്ങൾ 303 വ്യവസ്ഥ ചെയ്തിരിക്കെ ആ വ്യവസ്ഥയ്ക്കും വിരുദ്ധമായിട്ടാണ് ഇന്ന് പ്രതിപക്ഷം നേതാവ് തന്നെ VS തന്നെ ഇന്ന് സബ്മിഷന് കൊടുത്തിരുന്നു.
ആ സബ്മിഷൻ വന്നപ്പോൾ വിഷ്ണുനാഥ് MLA ഈ സബ്മിഷൻ പോലും നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ ഇത് നടപടിക്ക് വിരുദ്ധമാണ് എങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച സബ്മിഷൻ ആയതുകൊണ്ട് ഈ സബ്മിഷൻ അവസരം നൽകുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന് കൂടുതൽ അവസരം കൊടുക്കുന്ന തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ ഗവൺമെന്റും ഭരണകക്ഷിയും സ്പീക്കറും എല്ലാം സ്വീകരിച്ചതെന്ന് ചെയറിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി സ്പീക്കറും അതിനുശേഷവുമാണ് ആ സബ്മിഷനിലും സംസാരിച്ച് അതിന്റെ മറുപടിയും കിട്ടിക്കഴിഞ്ഞിട്ടാണ് മറുപടി ഇന്നതായിരിക്കണം എന്ന് നിഷ്കർഷിക്കാൻ ഒരു പ്രതിപക്ഷത്തിനും ഒരു മെമ്പർക്കും എവിടെയും അവകാശമില്ല. ശ്രീരാമകൃഷ്ണൻ വളരെ മാന്യമായിട്ട് സഭാ നടപടികളിൽ പങ്കെടുക്കുന്ന അദ്ദേഹം പോലും ഇന്നത്തെ തെറ്റിനെ ന്യായീകരിക്കാൻ മുന്നോട്ട് വരരുതായിരുന്നു. വെല്ലിലിറങ്ങാൻ വേണമെങ്കിൽ വെല്ലിലിറങ്ങുന്നത് തന്നെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാം. ഇവിടെ അതല്ല. വെല്ലിലിറങ്ങി വളരെ സ്പീക്കർ നിർദ്ദേശിക്കുന്നു, നമുക്ക് കേൾക്കാൻ സാധിക്കും. സ്പീക്കർ പറയുന്നു ഈ ഡയസിലേക്ക് കയറിയാൽ നടപടി സ്വീകരിക്കേണ്ടി വരും. ഡയസിൽ കയറി മുദ്രാവാക്യം വിളിക്കുക മാത്രമല്ല ശിവൻകുട്ടി ചെയ്തത് സ്പീക്കറുടെ മൈക്ക് തിരിക്കുന്നത് കാണാമല്ലോ, നമുക്ക് ചിത്രങ്ങളിൽ കാണാമല്ലോ. ആ മൈക്കെടുത്ത് മൈക്കിലൂടെ മുദ്രാവാക്യം വിളിക്കുന്നത് ഏത് ജനാധിപത്യത്തിന്റെ, ഏത് കീഴ്വഴക്കത്തിന്റെ, ഏത് ചട്ടത്തിന്റെ പിൻബലത്തിലാണ്? നടപടിയെടുക്കാൻ സ്പീക്കർ നിർബന്ധിതനായി, ഡെപ്യൂട്ടി സ്പീക്കർ നിർബന്ധിതനായി. അതുകൊണ്ടാണ് ഏറ്റവും നയത്തിൽ വളരെ ഒരു നടപടി സ്വീകരിച്ചു. ശരി, ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, അടിയന്തര പ്രമേയമായി ഇന്നലെ അവതരിപ്പിക്കാൻ ശ്രമിച്ച അതേ വിഷയത്തിൽ തന്നെ സബ്മിഷൻ അനുവദിക്കാൻ ഇന്ന് ഭരണപക്ഷം അനുവദിക്കുകയുണ്ടായി. VS സംസാരിച്ചു. ഭരണപക്ഷ അംഗങ്ങൾ കെ മാണിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നതിനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ബഹളം വെച്ച് അതിൽ മുക്കാനൊന്നും ശ്രമിക്കുന്നതായി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടുമില്ല. അങ്ങനെ പരമാവധി എല്ലാ തരത്തിലുമുള്ള ജനാധിപത്യ അവകാശങ്ങൾ അനുവദിച്ച് നൽകിയിട്ടും ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ഇങ്ങനെയാകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ പ്രതിപക്ഷത്തിന്. അപ്പോഴും സഭയുടെ ഒരു ഡെക്കോറം എന്തുകൊണ്ട് പാലിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നില്ല എന്ന പ്രശ്നമുണ്ട്. കടന്ന കൈകളിലേക്ക് അങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന എന്തെങ്കിലും സാഹചര്യം, വളരെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്നവണ്ണമുള്ള എന്തെങ്കിലും സാഹചര്യം ഇന്നോ ഇന്നലെയോ ആ സഭയിൽ ഉണ്ടായിരുന്നോ? പ്രതിപക്ഷം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രതിപക്ഷം എന്നാണ്. ഭരണപക്ഷത്തിൻ്റെ നിലപാടുകളിൽ വിമർശനമുള്ള ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുവാൻ ബാധ്യതപ്പെട്ട പക്ഷമാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷം സ്വാഭാവികമായും ഉയർത്തുന്ന പ്രശ്നങ്ങളോട് സഹിഷ്ണുതയോടുകൂടി പ്രതികരിക്കുവാനുള്ള ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണകക്ഷികൾക്കുണ്ട്. ഇവിടെ ഒരു വിഷയത്തിലല്ല അതുണ്ടായത്. ഇന്ന് രാവിലെയുള്ള ആദ്യഘട്ടത്തിലെടുത്തുള്ള 9:20 വരെ എടുത്തുള്ള ചോദ്യോത്തര വേളയിലെ ഉത്തരങ്ങളെല്ലാം ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. എൻ്റെ ബഹുമാനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ സണ്ണി ജോസഫിനും അറിയാം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധത്തിലുള്ള സാമ്പത്തിക തകർച്ചയിലേക്ക് സംസ്ഥാനത്തെ കൂപ്പുകുത്തിക്കാൻ ഉത്തരവാദിത്വം നിർവഹിച്ച ഒരു ഗവൺമെൻറ്റാണ്. അതിൻ്റെ ധനകാര്യമന്ത്രിയോട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഓരോ ചോദ്യത്തിനും ഞങ്ങൾ എണ്ണി അക്കമിട്ട് നിരത്തി വകുപ്പ് തിരിച്ചുള്ള കണക്കുകൾ ചോദിക്കുമ്പോൾ പരിഹസിക്കുന്ന സമീപനം സ്വീകരിച്ചു. ഈ കേരളത്തിലെ KSRTC ജീവനക്കാർ കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് പെൻഷൻ കിട്ടാതെ പട്ടിണി മരണങ്ങളിലേക്ക് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുകയാണ് അവർക്ക് 10,000 പെൻഷൻ കിട്ടുന്ന ആൾക്ക് 1,500 കൊടുത്തിട്ട് 4 മാസം മുമ്പ് കൊടുത്തതിന് ശേഷം വേറൊരു സംഗതിയും നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? നിങ്ങൾ കൊടുക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് അതിന് മറുപടിയില്ല. അവസാനം പ്രതിപക്ഷ നേതാവ് പ്രത്യേകമായ ചോദ്യത്തിന് അവസരം ചോദിച്ചു, ആ അവസരം കൊടുത്തു. ആ ചോദ്യത്തിനും ഉത്തരം പറയാൻ തയ്യാറല്ല. ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രശ്നങ്ങളോടും ഇങ്ങനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ തടിക കഴുത്തിലാക്കുന്ന തട്ടിപ്പ് പരിപാടി ഒരു ഫ്ലോറിൽ വന്നാൽ ജനങ്ങളുടെ വികാരങ്ങൾ എങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെടും? അതുപോലെ തന്നെയാണ് ഈ പ്രശ്നത്തിനും ഉയർന്നു വന്നത്. ഈ പ്രശ്നത്തിൽ FIR രജിസ്റ്റർ ചെയ്ത് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇദ്ദേഹം അഭിഭാഷകനാണല്ലോ, എവിഡൻസ് ആക്ട് പ്രകാരം 65B പ്രകാരം FIR രജിസ്റ്റർ ചെയ്യേണ്ടത് പ്രാഥമികമായ മര്യാദയല്ലേ? ആ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താണ് എക്സെപ്ഷണൽ സാഹചര്യം? എന്ത് എക്സെപ്ഷണൽ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്? ഇവിടെ പ്രതികൾ ആരെങ്കിലും ഒളിവിൽ പോയിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമായിട്ട് ഇന്ത്യയിലെ എവിഡൻസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ FIR ചാർജ് ചെയ്യേണ്ട ഒരു കേസ് ബാർ കോഴ വിവാദത്തിൽ ഉയർന്നു വന്നിട്ടും ധനകാര്യമന്ത്രിയെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുവാൻ കേരളത്തിന്റെ മന്ത്രിസഭ ഒന്നായി തീരുമാനമെടുക്കുന്ന നിർഭാഗ്യകരമായ സാഹചര്യമാണ് വന്നത്. തീർച്ചയായും ശ്രീ പി ശ്രീരാമകൃഷ്ണൻ, തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താം. പക്ഷേ ഇവിടെ ആഭ്യന്തരമന്ത്രി ഇന്നലെയും ഇന്നും വിശദീകരിച്ച ചില കാര്യങ്ങൾ, ഒന്ന്, സർക്കാർ ആരെയും കുറ്റവിമുക്തരായി പ്രഖ്യാപിച്ചിട്ടില്ല, വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്, FIR എടുക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല, അതിന്റെ പ്രക്രിയ നടക്കുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ മൊഴി കൊടുക്കാൻ വിസമ്മതിക്കുന്ന കാര്യം നമുക്കറിയാം. അവർ തന്നെ ഇന്നലെ ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം, ഈ തെളിവുകൾ
ഞങ്ങൾ പരതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന അവസ്ഥ വന്നു. ബാർ ഹോട്ടൽ അസോസിയേഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സർക്കാർ ആരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇപ്പോൾ ഈ നിമിഷം തീരുമാനിച്ചുറപ്പിച്ച് പ്രതിഷേധിക്കാനുള്ള വകയില്ലല്ലോ. FIR രജിസ്റ്റർ ചെയ്യേണ്ടത് 7 ദിവസത്തിനുള്ളിലാണ്. 7 ദിവസത്തിനുള്ളിൽ പറ്റില്ല എന്ന് പ്രയാസം അറിയിച്ചപ്പോൾ 15 ദിവസം എന്ന് സുപ്രീം കോടതി കൊടുത്ത ടൈം ലിമിറ്റ് ഉണ്ട്. ആ ടൈം ലിമിറ്റിന്റെ പുറത്താണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ എവിഡൻസ് ആക്ട് 65B വായിച്ചു തരാം. ഈ ഒരു അതിനൊരു പ്രമാണമായി തന്നെ കണക്കാക്കുന്നതും മറ്റു തെളിവുകൾ ഇല്ലാതെയും അഥവാ ഒറിജിനൽ ഹാജരാക്കാതെയും ഒറിജിനലിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചോ അതിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകളെ സംബന്ധിച്ചോ നേരിട്ടുള്ള തെളിവെന്ന പോലെ സ്വീകാര്യമാകുന്നതാണ് എന്ന് എവിഡൻസ് ആക്ട് കൃത്യമായി പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ FIR രജിസ്റ്റർ ചെയ്യാതിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്താൽ ഈ മന്ത്രിസഭ താഴെ പോകുമെന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. അപ്പോൾ അസാധാരണമായ തരത്തിൽ അഴിമതിയെ സംരക്ഷിക്കുന്ന സമീപനം ഒരു ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അസാധാരണമായ വികാരങ്ങളാണ് ജനങ്ങൾക്കുണ്ടാകുക. അസാധാരണമായ വികാരങ്ങളുടെ പ്രകടനങ്ങളായിട്ട് അപ്പോൾ സഭാതലം മാറുന്നത് സ്വാഭാവികമാണ്. അത് ഞങ്ങളല്ല ഉത്തരവാദികൾ. ഈ അസാധാരണമായ സാഹചര്യം വിളിച്ചു വരുത്തിയ ഭരണകക്ഷിയും അതിന്റെ നേതാക്കളുമാണ് ഇതിന് ഉത്തരവാദികൾ. റൈറ്റ്. ശ്രീ സണ്ണി ജോസഫ്, ഒട്ടേറെ പ്രതിസന്ധികൾ ഉണ്ട് സർക്കാരിനെ സംബന്ധിച്ച്. പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുന്നെങ്കിൽ അങ്ങ് സ്തംഭിപ്പിക്കട്ടെ എന്ന നിലപാടിലാണോ? FIR രജിസ്റ്റർ ചെയ്യണം, കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. വിജിലൻസ് കെ മാണിക്കെതിരെയുള്ള മൊഴികൾ പരിശോധിച്ചു വരുന്നു. പക്ഷേ അദ്ദേഹം പ്രതിയായി അല്ലെങ്കിൽ FIRൽ അദ്ദേഹത്തെ ചേർത്താലുടൻ കെ മാണിയുടെ രാജിക്ക് ആവശ്യമുയരും. അങ്ങനെയാണെങ്കിൽ സർക്കാർ തന്നെ താഴെ പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിക്കൂടുന്നില്ല. ബാർ കോഴ വിഷയത്തിൽ കാര്യങ്ങളൊക്കെ ഒരു വശത്ത് ഒത്തുതീർപ്പായി എന്ന് കരുതുമ്പോഴും മറുവശത്ത് അതിനേക്കാൾ വലിയ പ്രതിസന്ധി ഈ സർക്കാരിന് മുന്നിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണോ? ഒരിക്കലുമല്ല. അതല്ല സത്യാവസ്ഥ. എന്താണ് ഇതിൽ ആരും തെളിവ് നൽകാൻ ആരും ഹാജരായിട്ടില്ല. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇതിനു മുൻപ് ഈ അന്വേഷണത്തിന്റെ മുൻപാകെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു അന്വേഷണം തന്നെയാണ്, ക്വിക്ക് വെരിഫിക്കേഷൻ. അത് തന്നെ ഒരു അന്വേഷണമാണ്. വിജിലൻസിന്റെ നടപടിക്രമം അനുസരിച്ചുള്ള ഒരു അന്വേഷണം നടക്കുകയാണ്. ഇനി ആ അന്വേഷണത്തിൽ തൃപ്തി പോരാ, FIR രജിസ്റ്റർ ചെയ്യണം. അതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെങ്കിൽ ബഹുമാനനായ പ്രതിപക്ഷത്തെ പ്രഗത്ഭനായിട്ടുള്ള MLA സുനിൽകുമാറും കേരളത്തിലെ LDFന്റെ കൺവീനർ വൈക്കം വിശ്വനും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇന്നും ഇന്നലെയും ആ കേസുകളിലെ വാദം കേൾക്കുകയാണ്. വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ ഹൈക്കോടതി കേൾക്കുകയാണ്, പരിഗണനയിലാണ്. അങ്ങനെ പരിഗണനയിലുള്ള വിഷയം പോലും, കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയം പോലും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ സഭാ ചട്ടങ്ങളിൽ ഉണ്ടായിരിക്കെയാണ് ഈ ചർച്ചകൾക്കെല്ലാം ഭരണകക്ഷി സ്പീക്കർ അവസരമൊരുക്കിയത് എങ്കിൽ പോലും LDFനെ സംബന്ധിച്ച് ഹൈക്കോടതി എന്തു പറയും? ഇവരുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ കൺവീനർ, LDF കൺവീനർ, പ്രതിപക്ഷത്തെ ശക്തനായ സുനിൽകുമാർ, ഇവര് ഫയൽ ചെയ്ത റിട്ട് പെറ്റീഷനിലെ റിസൾട്ട് പോലും കാക്കാൻ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ക്ഷമയില്ല. അവർക്കറിയാം ഈ നിയമയുദ്ധത്തിൽ അവർക്ക് പരാജയമുണ്ടാകും. കാരണം കൺവിൻസിംഗ്, റിലയബിൾ, ലീഗൽ എവിഡൻസ് അത്തരമായിരിക്കണം. ഏതെങ്കിലും ഒരു വ്യക്തി ഹിയർസയിൽ പറയുന്നതല്ല. കൺവിൻസിംഗ്, റിലയബിൾ, ലീഗൽ എവിഡൻസ് ഈ കേസിൽ ഇല്ല എന്നുള്ള വസ്തുത പ്രതിപക്ഷത്തിനറിയാം. അതുകൊണ്ട് ഇന്നലെ ആഭ്യന്തരമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഒരു പുകമറ സൃഷ്ടിക്കുക. മാണിസാറിനെ സംബന്ധിച്ച് ഇവരുടെ സമീപനം എന്താണ്? കിട്ടാത്ത മുന്തിരി പുളിക്കും, കിട്ടാത്ത മുന്തിരി പുളിക്കും. പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്കും ശ്രീരാമകൃഷ്ണനും മാണിസാർ കിട്ടാത്ത മുന്തിരിയായപ്പോൾ മുതൽ മാത്രമാണ് ഈ പുളിക്കൽ. റൈറ്റ്. അങ്ങനെയാണ് താങ്കൾ ആക്ഷേപിക്കുന്നത്. ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, കിട്ടാത്ത മുന്തിരി പുളിക്കാത്തതാണോ പുളിക്കുന്നതാണോ എന്ന പ്രശ്നത്തെക്കാൾ ഉപരിയായി വളരെ ശക്തമായ പ്രതികരണം ഈ വിഷയത്തിൽ നടത്തണം എന്ന കാര്യത്തിൽ നിർബന്ധിതമാകുകയാണോ ഇടതുപക്ഷം? ഇന്നലെ നിയമനിർമ്മാണ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയുണ്ടായി. പക്ഷേ ഇന്നലത്തെ തന്നെ വൈകുന്നേര ചർച്ചകളിൽ അഡ്ജസ്റ്റ്മെന്റോ എന്ന സംശയം ഉയരുകയാണ്. ഇവിടെ ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഒന്നും അഡ്ജസ്റ്റ്മെന്റ് അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി. സഭ ശക്തമായി സ്തംഭിപ്പിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വിമർശിക്കപ്പെടുമല്ലോ എന്ന അവസ്ഥയിലെത്തിയോ? അല്ല, ഈ നാട്ടിൻ പുറത്തൊരു ചൊല്ലുണ്ട്, ഈ കൈതമുള്ളിനെ മുകളിലേക്ക് മുഴിയാൻ പറ്റില്ല, താഴേക്ക് മുഴിയാൻ പറ്റില്ല. 2 വഴിക്ക് ഒഴിഞ്ഞാലും കയ്യിൽ മുറിയും. ഞങ്ങൾ 2 ചെയ്താലും കുറ്റം പറയരുത്. ഞങ്ങൾ നിയമനിർമ്മാണത്തിൽ പങ്കെടുത്താൽ ഞങ്ങൾ അഡ്ജസ്റ്റ്മെൻ്റായി, ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്താൽ അത് കുറ്റമായി, അങ്ങനെ പറയരുത്. ഇന്നലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായ ഒരു വിദ്യാഭ്യാസ പ്രശ്നമാണ് വന്നിരുന്നത്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിലുണ്ടായ വകുപ്പുകളെക്കുറിച്ചും ഞങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്നു. 1000-ലധികം വരുന്ന ഭേദഗതികളാണ് ഇന്നലെ സഭാതലത്തിൽ വന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും ഞങ്ങൾ കൊടുത്തതാണ്. ഞങ്ങൾ നന്നായി ഗൃഹപാഠം ചെയ്തിട്ടാണ് അതിൽ ഇടപെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ചർച്ച ചെയ്യണമെന്നും ആ കാര്യത്തിൽ പങ്കുവയ്ക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം
നിങ്ങൾ ഇന്ന് കൊണ്ടുവരുന്ന 2 ബില്ലിൻ്റെയും എല്ലാ നടപടിക്രമങ്ങളിലും പങ്കുവഹിക്കും, അങ്ങനെ ഏകപക്ഷീയമായി 5 മിനിറ്റ് കൊണ്ട് പാസ്സാക്കി പോകേണ്ട ഒരു ബില്ലല്ല ഇത് എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ പലരും പറഞ്ഞു ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇന്ന് ഞങ്ങൾ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചു. ഇവിടെ ഞങ്ങൾക്ക് കിട്ടാത്തൊരു മുന്തിരിയും UDF ഇല്ല എന്ന് ശ്രീ സണ്ണി ജോസഫ് ഉൾപ്പെടുന്ന നേതാക്കൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ മുന്തിരികളിൽ ഏതെങ്കിലും ഒന്നിനെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ 3 കൊല്ലത്തിനിടയിൽ അതിന് യാതൊരു സംശയവുമില്ലാത്ത തരത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങളതിനില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടം കാണിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെൻറ്റിനെ പിൻവാതിലിലൂടെ അട്ടിമറിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ ഒരു തരത്തിലുള്ള കാലുമാറ്റ പരിപാടികൾക്കുമില്ല എന്ന് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി പ്രഖ്യാപിക്കുന്നത് 2 വർഷവും 9 മാസവും മുമ്പാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയും വേണ്ട. ഞങ്ങൾ അത്തരം ഒരു പരിശ്രമം നടത്തുന്നില്ല. ഇവിടെ ഉയർന്നു വരുന്നൊരു കാര്യം, വളരെ ക്ലിയർ ആയിട്ടുള്ള അഴിമതി പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ ഗവൺമെൻറ് ഇങ്ങനെയാണ് സമീപിക്കുന്നത്. ഞാനൊരു ഉദാഹരണം ചോദിക്കാം. സോളാർ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും അന്വേഷിക്കുന്നതായിരുന്നല്ലോ വലിയ വിവാദവും ചർച്ചയും നടന്നത്. ഇപ്പോൾ ശിവരാജൻ കമ്മീഷൻ പരസ്യമായി നിലപാട് സ്വീകരിച്ചല്ലോ, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് അന്വേഷിക്കും, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കും. ആ സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറി നിൽക്കേണ്ടതല്ലേ സാമാന്യ മര്യാദ? ഇന്ത്യയിൽ ഇന്നേ വരെ ഉണ്ടായുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നതല്ലേ? എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? എന്തുകൊണ്ട് ശ്രീ PJ ജോസഫ് കാണിച്ച മര്യാദ കേരള കോൺഗ്രസിലുള്ള ശ്രീ KM മാണിക്ക് പറ്റുന്നില്ല? ശരി, തങ്ങൾക്കെതിരെ ആക്ഷേപം ഉയർന്നു വരുമ്പോൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വന്ന് ഒരാൾ വിളിച്ചു പറയുക മാത്രമല്ല ചെയ്തത്, ഈ CD വഴിയുള്ള പുറത്തു വന്ന വിവരങ്ങളിൽ 8, 10, 15 ആളുകൾ തെളിവുകൾ വിശദീകരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളിലും ഇലക്ട്രോണിക്സ് സംവിധാനങ്ങളിലൂടെയും വരുന്ന തെളിവുകളെ യഥാർത്ഥ തെളിവുകളായി സ്വീകരിച്ച് FIR രജിസ്റ്റർ ചെയ്യണമെന്ന് സുപ്രീം കോടതിയുടെ വിധിയുള്ള സാഹചര്യത്തിൽ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം കാറ്റിൽ പറത്തി ഞങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും, എന്നിട്ട് നിയമത്തിന്റെ വഴിക്കാണെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം തലകുനിച്ച് കുമ്പിട്ട് ഇരുന്ന് കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ടോ? തീർച്ചയായും ജനങ്ങൾ ഞങ്ങളെ കുറ്റക്കാരായിട്ട് കാണും. അതാണ് ഇടതുപക്ഷത്തിന്റെ ന്യായം. തീർച്ചയായും ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ സണ്ണി ജോസഫ്, ഇവിടെ സർക്കാർ നേരിടുന്ന പ്രശ്നം എന്താണ്? ആരോപണം ഉന്നയിച്ച ആളുകൾ പതുക്കെ പിൻവാങ്ങുന്ന അവസ്ഥ, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണമാണല്ലോ നടക്കുന്നതെന്ന ആത്മവിശ്വാസം, അതുകൊണ്ട് യാതൊരു പോറലും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം വേണ്ട. പ്രതിപക്ഷം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അത് അവർ സഭാ നടപടികളിൽ ഇന്നലെ കൂടുതൽ കാര്യക്ഷമമായി പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നയം വ്യക്തമാക്കുകയാണ്, ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു പിന്നോട്ട് പോക്കില്ല. രാഷ്ട്രീയമായി ഈ വിഷയത്തെ അവർ നേരിടുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് മാർച്ചും തുടങ്ങിയ കാര്യങ്ങളും വരാനിരിക്കുന്നു. അത് രാഷ്ട്രീയമായ വശം. നിയമപരമായി ഹൈക്കോടതിയിൽ LDF കൺവീനറും പോയിട്ടുണ്ട്, LDFിലെ മറ്റൊരു നിയമസഭാ അംഗം സുനിൽകുമാർ പോയിട്ടുണ്ട്. ഇതങ്ങനെ ഏതെങ്കിലും തരത്തിൽ കോംപ്രമൈസ് ആക്കാനോ വിട്ടുതരാനോ ഒന്നും ഇടതുപക്ഷം നിൽക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകളുമായി ഒരു ഒത്തുതീർപ്പിലെത്തിയാലും ഈ കോഴക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ചു പ്രയാസമായിരിക്കും എന്നല്ലേ? ഇല്ലില്ല, അതാണ് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇതൊരു പ്രതിപക്ഷം ഉണ്ടാക്കുന്ന ഒരു പുകമറ മാത്രമാണ്. എവിഡൻസ് വേണം. ഈ ആശയം ഉന്നയിച്ച വ്യക്തികൾക്ക് വിജിലൻസ് എത്രയോ അവസരം നൽകിയിരിക്കുന്നു. അവർക്ക് ഏതെങ്കിലും തെളിവ് ഹാജരാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഒരു തെളിവും ഹാജരാക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഇതിങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു പുകമറയാക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് മാണി സാറിനോട് താല്പര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കോടിയേരി എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? മാണി സാറ് സദാ യോഗ്യനാണ്, സർവ്വതാ യോഗ്യനാണ് എന്ന് കോടിയേരി, ഉന്നത സ്ഥാനങ്ങൾക്ക് സർവ്വതാ യോഗ്യനാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണൻ തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? CPI മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ ഒരു നിലപാട് സ്വീകരിച്ച് പരസ്യമായിട്ട് വന്നപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടി ആ സമരത്തിൽ CPIയുമായിട്ട് മത്സരിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് മാർക്സിസ്റ്റ് MLA തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറുമ്പോൾ CPI MLA താഴെ നിൽക്കുകയായിരുന്നു. VS സുനിൽകുമാർ കോടതിയിൽ പോയി. അദ്ദേഹമാണ് ഏറ്റവും ശക്തമായിട്ട് വാദിക്കുന്ന ഒരു വക്താവ്. മാർക്സിസ്റ്റ് പാർട്ടി തങ്ങളാണ് മുൻപിൽ എന്ന് CPIയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യുവ MLA ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡയസിലേക്ക് ചാടിക്കേറി ശിവൻകുട്ടി സ്പീക്കറുടെ മൈക്ക് തന്നെ പിടിച്ച് മുദ്രാവാക്യം വിളിച്ചത്. ഈ സഭാവിരുദ്ധ നടപടി, ചട്ടവിരുദ്ധ നടപടിയാണ് CPM സ്വീകരിക്കുന്നത്. അവർക്കൊരു പൊളിറ്റിക്കൽ കേസ് ഉണ്ടെങ്കിൽ, ലീഗൽ കേസ് ഉണ്ടെങ്കിൽ നിയമാനുസൃതമായിട്ട് രാഷ്ട്രീയ മര്യാദ അനുസരിച്ച് ഡെമോക്രാറ്റിക് ആയിട്ട് അവർ ഫൈറ്റ് ചെയ്യാൻ അവർ തയ്യാറാകണം. മറ്റു മാർഗങ്ങളിലേക്ക് അവര് ഇന്ന് നിർബന്ധിതമായത് തന്നെ അവർക്കൊരു കേസ് ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട്. റൈറ്റ്, നിർബന്ധിതമാണോ അല്ലയോ എന്ന തർക്കം നിൽക്കട്ടെ. എന്തായാലും അവർ നിയമപരമായും രാഷ്ട്രീയമായും ഉറച്ചു തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ഈ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ സംശയമുണ്ട് എന്ന് തോന്നുന്നില്ല. ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണ അജണ്ടകളുള്ള സമ്മേളനമാണല്ലോ. ഇന്നലത്തെ സമ്മേളനത്തിൽ നിയമനിർമ്മാണ പ്രക്രിയയിൽ സജീവമായി പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ വിഷയത്തിൽ മാത്രം തട്ടി ഇതിനൊരു തീർപ്പുണ്ടാകാതെ, അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി കിട്ടാതെ സഭ നടത്താൻ അനുവദിക്കില്ല എന്ന വാശി പ്രതിപക്ഷത്തിനുണ്ടോ?
അങ്ങനെ ഭരണപക്ഷത്തെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ഓരോ ദിവസവും അതിന് പറ്റുന്ന സ്ട്രാറ്റജി ആസൂത്രണം ചെയ്യും. ജനവിരുദ്ധമായി ഈ ഗവൺമെൻറ് എടുക്കുന്ന ഓരോ നിയമനിർമ്മാണത്തെയും ശക്തമായി പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്ത് തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് ഉയർന്നു വരുന്ന ബില്ലുകളുടെ പ്രാധാന്യം പരിഗണിച്ച് ആ ബില്ലുകൾ എത്രമാത്രം ജനവിരുദ്ധമാണെന്നുള്ളത് നോക്കി അതിൽ ഓരോ വകുപ്പുകളെയും പരിശോധിച്ച് ഞങ്ങൾ നിലപാട് സ്വീകരിക്കും. കൂട്ടത്തിൽ ഈ പ്രശ്നം കൂടുതൽ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുള്ള ഇന്നത്തെ പൊതുവികാരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ എല്ലാ തന്ത്രങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. അതുകൊണ്ട് നിയമസഭയെ സ്തംഭിപ്പിച്ച് 10 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഗില്ലറ്റിൻ ചെയ്ത് കഴിഞ്ഞ പല സമയത്തും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയമസഭയോടും നിയമസഭാ പ്രവർത്തനങ്ങളോടും ഇത്രമാത്രം ബഹുമാനവും ആദരവും ഉള്ളവരാണെങ്കിൽ സഭാ നടപടികളാകെ ഗില്ലറ്റിൻ ചെയ്തിട്ട് തടി രക്ഷപ്പെടുത്തി 10 മിനിറ്റ് കൊണ്ട് എല്ലാ നിയമനിർമ്മാണവും നടത്തി കോടിക്കണക്കിന് രൂപയും പാസ്സാക്കിയെടുത്ത് പോകുന്ന പണിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉയർന്നു വരും. ഇപ്പോൾ ഇനി നമ്മുടെ ടാക്സ് എൻഹാൻസ്മെൻറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ബില്ല് ഉൾപ്പെടെ വരാൻ പോവുകയാണ്. 8 or 9 ഓർഡിനൻസുകളെ ഒന്നിച്ചൊറ്റ ബില്ലാക്കിയിട്ട് പുട്ടടിക്കുന്നത് പോലെ ഒരു പരിപാടിയാണ് വരാൻ പോകുന്നത്. അതിലൊക്കെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകും. ഞങ്ങൾ നിയമസഭാ നടപടിക്രമങ്ങളിൽ ജനവിരുദ്ധമായി വരുന്ന ഓരോ കാര്യത്തിലും ശക്തമായി ഇടപെടും. അതോടൊപ്പം ഈ പ്രശ്നം ജനശ്രദ്ധയിലും നിയമത്തിന്റെ മുന്നിലും സഭയിലും തുടർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. റൈറ്റ്. ശ്രീ സണ്ണി ജോസഫ്, ആ സ്ട്രാറ്റജി വളരെ വ്യക്തമാണ്. ഇന്നലെയും അത് കണ്ടതാണല്ലോ. KM മാണി വിഷയം ഏതെങ്കിലും തരത്തിൽ പ്ലേ ഡൗൺ ചെയ്യപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആ വിഷയം നിരന്തരം ഉന്നയിക്കും. പക്ഷേ ലെജിസ്ലേറ്റീവ് ബിസിനസ്സിൽ പങ്കെടുക്കുക തന്നെ ചെയ്യും ക്രിയാത്മകമായി എന്ന വാശി ഇത്തവണ പ്രതിപക്ഷത്തിനുണ്ട്. ഇല്ലില്ല, ആ വാശിയില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് അവർ സ്വീകരിക്കേണ്ട സമീപനം ഇതല്ല. ഇന്നത്തെ തെറ്റ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. നേരത്തെ ശിവൻകുട്ടി പോലെ എന്താ പറഞ്ഞത്? ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്, പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് സ്പീക്കറുടെ ഡയസിൽ കയറി മൈക്ക് പിടിക്കുന്നത് എന്ന് ശ്രീരാമകൃഷ്ണൻ പറയില്ല. ശിവൻകുട്ടി അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം സ്വീകരിക്കേണ്ടതാണ്. സഭാതലത്തിൽ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഫലപ്രദമായിട്ട് അവർക്ക് ഉപയോഗപ്പെടുത്താം. ഇന്നലെയും ഇന്നും അവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. നിയമം, ചട്ടം അതിനെ വഴിവിട്ട് പോലും അവസരങ്ങൾ നൽകി. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരു കേസ് വാദിക്കാൻ അവർക്കില്ല. അവര് ബഹളം വെക്കുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം എപ്പോഴും സ്വീകരിക്കുന്നത്. നേരത്തെ സഭാ നടപടികൾ ഗില്ലറ്റിൻ ചെയ്യുന്നതിനെ കുറിച്ചുകൂടെ പറഞ്ഞു. അതിന്റെ ഒരു വിഷയം തന്നെ ശ്രീ കാർത്തികേയൻ സ്പീക്കർ വളരെ വ്യക്തമായിട്ടും അതിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് എത്രയോ വട്ടം സ്വീകരിച്ച ഒരു നടപടിയാണ് അത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ ഇന്നത്തെ സർക്കാരിനെയും ഭരണകക്ഷിയെയും നിർബന്ധിതമാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മക സമീപനം. പക്ഷേ ഇത്തവണ നിഷേധാത്മകമായിരിക്കില്ല, ക്രിയാത്മകമായിരിക്കും എന്ന് അവർ വിശദീകരിക്കുന്നു. എന്തായാലും ഇന്ന് നടന്നത് വരും ദിവസങ്ങളിൽ ആവർത്തിക്കുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ബില്ലുകളുടെ ചർച്ചയിൽ സജീവമായി പങ്കെടുക്കാനാണ് LDFന്റെ തീരുമാനം എന്നാണ് മാധ്യമങ്ങളും മനസ്സിലാക്കുന്നത്. ഇന്ന് അതേസമയം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ മൈക്കിലൂടെ മുദ്രാവാക്യം വിളിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചേരുകയും അതിന് പ്രതിപക്ഷ MLA CPIM MLA ശിവൻകുട്ടിക്ക് സസ്പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. വരും ദിവസങ്ങളിലും നിയമസഭ സമരവേദിയാകുമോ എന്നുള്ളത് എന്തായാലും മലയാളികൾക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സണ്ണി ജോസഫ്, ശ്രീ P. ശ്രീരാമകൃഷ്ണൻ. ടോക്കിംഗ് പോയിന്റ് അവസാനിക്കുന്നു.